ഈ ഓട്ടപ്പാച്ചിലും കല്യാണം സൽക്കാരും ടൂറും ഈ തിരക്കൊക്കെ അവസാനിക്കും. നിങ്ങളെപ്പോലെ തിരക്കുള്ള 100-300 ആളുകള് എടവണ്ണ പഞ്ചായത്തിലെ 4 ചുമരുകൾക്കുള്ളിൽ വളണ്ടിയറോട് ചോദിച്ചു നോക്കണ്ടേ എണ്ണം. നല്ല പത്രാസില് ഉള്ള കാലത്ത് ഓടി അപ്പോലും ഉള്ളില കിടക്ക വെളിച്ചം കാണാൻ. ആരെങ്കിലും വന്നാൽ ഒരു 10 മിനിറ്റ് വർത്താനം പറയഞ്ഞ് കഥ പറയഞ്ഞ് ഓലൊന്ന് കാണഞ്ഞെന്ന് ആഗ്രഹിച്ച് നടക്ക. നിങ്ങളെപ്പോലെ തിരക്കഴിഞ്ഞു ഓൽക്ക്. അവസാനം എല്ലാം അവസാനിച്ചു. ഇപ്പൊ ഇങ്ങനെ ഫാനും കണ്ടിങ്ങനെ കിടക്കുമ്പോഴേ പാലിയേറ്റീവുകാരെ കാത്തുക ഓല് വന്നിട്ട് വേണം ഒരറപ്പും വെറുപ്പില്ലാതെ താടിയൊക്കെ ഷേവ് ചെയ്ത് തരാൻ, മൂക്കിലെ പൈപ്പൊക്കെ മാറ്റി തരാൻ, മൂത്രത്തിന്റെ സഞ്ചിയൊക്കെ മാറ്റിയിട്ട് മൂത്രത്തിന്റെ പൈപ്പൊക്കെ മാറ്റിയിട്ട് കുറെ ആയിട്ട് കിടന്നിട്ടുള്ള പൊട്ടിയ പൊറ, ആ പൊറൊക്കെ നേരെ ചുടുവെള്ളട്ട് വൃത്തിയാക്കി കഴുകിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി നെഗൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് തരാ. മക്കൾ ചെയ്തു തരണ മതി. ഏത് സ്വന്തം നെഗൊക്കെ വൃത്തിയാക്കി കുളിപ്പിച്ച് കിടത്തിയിട്ട് ഗുളിക എടുത്തരാ, വെള്ളം എടുത്തരാ, എല്ലാം എടുത്തു തന്നിട്ട് എന്നിട്ട് ചോദിക്കുക കട്ടിലെടുത്ത് ഇരുന്നിട്ട് എന്താ ഉപ്പ നിങ്ങക്ക് വേണ്ടി, എന്താ അമ്മ നിങ്ങക്ക് വേണ്ടി നീ വളണ്ടിയർ ചോദിക്കുക. ഏതാ വളണ്ടിയർ? പൈസക്കല്ല, ശമ്പളം കൊടുക്കണില്ലേ ഗവൺമെന്റ്. ജനുവരി 15 വീട് വിടാന്തരം കയറി ബക്കറ്റ് കാട്ടി പിരിച്ച പൈസ കിട്ടിട്ടേ നാടു റോഡിൽ കൊട്ടം വെയിലത്ത് നമ്മളെ വളണ്ടിയർമാര് പൈസ പിരിച്ചിട്ട് കൊണ്ടുകൊടുക്കുക. പള്ളിന്റെ മുന്നിലും അമ്പലത്തിന് മുന്നിലും. ഗവൺമെന്റ് അല്ല, ഈ ഒരു സന്നദ്ധ സംഘടന നടത്തുന്നതാണ് ഇതൊക്കെ. എന്നിട്ടോ ഇവിടെ ഇപ്പൊ കാരണന്മാര് ഇരിക്കണ്ടേ, ഒരു ഏറെക്കുറെ 50 വയസ്സിന്റെ മുകളിലുള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ. ഏറെക്കുറെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രം 50ന്റെ താഴെയുള്ള ആളുകളുള്ളൂ. ഈ 50ന്റെ മേലുള്ള ആളുകളുടെ ഒക്കെ ഒരു ഇന്നലെ ഉണ്ടായിരുന്നു. വല്ല കാലായില്ല. പട്ടിണിയുടെ, പരിവട്ടത്തിന്റെ, കഷ്ടപ്പാടിന്റെ, വേദനയുടെ ഒരു ഇന്നലെ. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ മുണ്ട് മുറുക്കി കൊടുത്ത് സമയം തള്ളി നീക്കിയ ഒരു ഇന്നലെ ഉണ്ടായിരുന്നു. താളും തവരയും ചേമ്പുത്തും കാവുത്തും ചക്കക്കൂട്ടാനും ചക്കപ്പേരിയും വാഴപ്പിണ്ടിയും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിച്ചുപോയ ഒരു ഇന്നലെ. വീട്ടിൽ കഞ്ഞി വെച്ചാൽ ആ കഞ്ഞിൽ നിന്ന് വറ്റെടുത്തിട്ട് കരയുന്ന മക്കൾക്ക് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം കുടിച്ച് ദിവസങ്ങളോളം പട്ടിണി മാറ്റിയ ഒരു ഇന്നലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ നാട്ടിലെ പച്ചപ്പാടത്ത് നട്ടുച്ച നേരത്ത് കൊട്ടം വെയിലത്ത് നെല്ല് കൊയ്യാൻ പോയിട്ട് നെല്ല് കൊയ്തിട്ട് കൂലിയായി കിട്ടുന്ന നെൽമണി ഉടുത്തുപോയ തുണിയുടെ കോന്തലക്കൽ കെട്ടി വീട്ടിൽ കൊണ്ടുപോയി ഉരലിലിട്ട് ഇടിച്ച് അവിലാക്കി ശർക്കരാണിയും കട്ടൻ ചായയും കൂട്ടി ദിവസങ്ങളോളം പട്ടിണി മാറ്റിയ ഒരു ഇന്നലെ നമുക്കുണ്ട്. എവിടെയാണ് പന മുറിക്കും നോക്കി പനക്കരികെ പോയി നിന്നിട്ട് ഒരു പനക്കഷ്ണത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ആ പനക്കഷ്ണം വീട്ടിൽ കൊണ്ടുപോയി കുത്തിപ്പൊടിയാക്കി പനങ്ങഞ്ഞിയാക്കി ചമ്മന്തി കൂട്ടി ദിവസങ്ങളോളം പട്ടിണി മാറ്റിയ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. വീട്ടിൽ നിന്ന് 10 പ്രസവിക്കുന്ന ഉമ്മക്കും അമ്മക്കും കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് മാത്രമുള്ള ഒരു കാലഘട്ടം. പക്ഷേ അന്നൊന്നും ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് ഈ നാട് കേട്ടിട്ട് പോലുമില്ല. കിഡ്നി രോഗത്തെ കുറിച്ച് ഈ നാട്ടുകാർക്ക് അറിയുക പോലുമില്ല. കാലം മാറി. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളെ മക്കളൊക്കെ വലിയ വലിയ ആളുകളായി. അവരൊക്കെ വിദ്യാഭ്യാസം നേടി ഗവൺമെന്റ് ജോലിക്കാരായി, വിദേശത്ത് പോയി ബിസിനസ്സുകാരായി, നാടാകെ മാറി. ഈ എടവണ്ണ പഞ്ചായത്തിൽ ഒരു ഓലമേഞ്ഞ വീട് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ നാട് വളർന്നു. വീടുകളൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് വഴിമാറി. മുറ്റങ്ങളൊക്കെ ഇന്റർലോക്ക് വിരിച്ചു. മതിലുകളൊക്കെ അയൽവാസികളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വമ്പൻ മതിലുകൾ ഉയർന്നു. ഈ ഇരിക്കുന്ന കൂട്ടത്തിലെ ഒരു ചുക്കിച്ചുളിഞ്ഞ ഡ്രസ് ഇട്ട ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വളർന്നു വലുതായി. കേൾക്കണം നിങ്ങള്, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ലോഡ് കണക്കിന് മരുന്ന് ചെലവഴിക്കുന്ന സംസ്ഥാനം, എല്ലാം കൊണ്ടും സർവസമ്പന്നമെന്ന് ഞാനും നിങ്ങളും പറയുന്ന നമ്മളെ കൊച്ചു കേരളത്തിലാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലല്ലേ. കോടികൾ ഉണ്ടായിട്ട്, സ്വത്തുണ്ടായിട്ട്, ആധാരമുണ്ടായിട്ട്, അധികാരമുണ്ടായിട്ട്, നാട്ടിലെ വലിയ പ്രമാണിയായിട്ട്, ATM-ൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് വലിയ കാറാ. പക്ഷെ രോഗിയാണെങ്കിൽ കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് എല്ലാത്തിനും അപ്പുറത്ത് ഒരു മരുന്ന് പൊട്ടുപോലും കൊടുക്കാത്ത ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാകുക എന്നുള്ളതാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തില് 75% ആളുകളും ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? എങ്ങനെ നിങ്ങളൊക്കെ രോഗികളായത്? ആര് തന്നത്? നിങ്ങളെ സുഹൃത്തുക്കൾ തന്നതാണോ? നിങ്ങളെ അയൽവാസികൾ തന്നതാണോ? നിങ്ങളെ നാട്ടുകാർ തന്നതാണോ? ആരാ നിങ്ങൾക്ക് രോഗത്തെ തന്നത്? നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മളായിട്ടുണ്ടാക്കിയ രോഗങ്ങളാണ് നമ്മുടെ രോഗങ്ങളൊക്കെ. നിങ്ങൾക്ക് തിരിയും കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിയും ഈ രോഗങ്ങളൊക്കെ എങ്ങനെ വന്നതാണ്, ആരെങ്കിലും തന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കേട്ടാൽ നിങ്ങൾക്ക് തിരിയും സംഗതികളൊക്കെ. വരാതിരിക്കാനുള്ള വഴികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റം, വലിയ മാറ്റം, പുരോഗതി നമ്മുടെ നാട്ടിലുണ്ടായപ്പോ, സാമ്പത്തികമായ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായപ്പോ, പട്ടിണിയില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറിയപ്പോ എന്തായി? ഭക്ഷണത്തിന്റെ അതിപ്രസരം
നമ്മളെ രോഗികളാക്കുന്നതിൽ ഒരു കാരണമായി. മുമ്പൊക്കെ ഒരു കല്യാണം നടക്കുമ്പോ കല്യാണ വീട്ടിൽ നെയ്ച്ചോറ് തിന്നാനുള്ള പൂതി കൊണ്ട് കല്യാണം വിളിക്കാതെ കല്യാണ വീട്ടിൽ പോയി നെയ്ച്ചോറ് തിന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. കല്യാണം വിളിക്കൂല, പക്ഷെ നെയ്ച്ചോറിനോടുള്ള അത്ര പൂതി കഴിഞ്ഞ് എന്നിട്ട് കല്യാണം വിളിക്കാതെ മെല്ലെ എന്ത് ചെയ്യും, മറന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പോയിട്ട് ചോറുന്നു. അങ്ങനെ കാലം കഴിഞ്ഞ് ഇപ്പൊ സ്ഥിരവും നെയ്ച്ചോറും വെറുഞ്ചുവനെ ബിരിയാണി മന്തി തിന്നിട്ട് വെയ്യേറ്റ് കല്യാണപ്പോരെ പോയിട്ട് വെറുംചോറിന് വേണ്ടി കത്തിക്കപ്പോ കാലം മാറിയ ഒരു മാറ്റം. 12 മണി 1 മണി വരെ തുറന്ന ഫാസ്റ്റ് ഫുഡുകളൊക്കെ കച്ചവടം, വമ്പൻ കച്ചവടം. ഏത് എല്ലായിടത്തും നമ്മളെ മക്കൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് തിരിയോന്ന് അറിയില്ല. ഏത് സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പാ. അതിൽ പ്രധാനപ്പെട്ട 2 ചർച്ചയാണ് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് കാര്യം. ആദ്യം എന്തുവാണോ, നിങ്ങൾ ഫോക്കസ് ക്ലബ് ഉണ്ടാണെങ്കിൽ ആദ്യം ഇത് നടത്തുന്നോല് വേണ്ടേ. അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ആദ്യം നമ്മൾ ഉണ്ടാകുക, ആരും ഉണ്ടാവില്ല നമുക്ക്. അത് നിങ്ങൾ ആരും വിചാരിച്ചിക്കണ്ട. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഉണ്ടാവും. ആദ്യമൊക്കെ പൈമുട്ടിയാജി ഇവിടെ പുരയില് സുഖമില്ലാതെ കടന്നു കൂട്ടിയോളി. നിങ്ങളെ കൂടെ പഠിച്ച ഒരാള് കടന്നു കൂട്ടിയോളി. ഏത് നല്ല ആരോഗ്യമുള്ള ടൈമിൽ തന്നെ ഊര പൊട്ടി വീണ് ഇവിടെ കിടക്കൈ പുരയില് ആദ്യം തുണക്കാരനെ വിളിക്കൂ. ഏത് പൈസലെ നമ്മളൊന്ന് പോയി വെക്കല്ലേ, ഞാൻ പോരാറിയും ഒരട്ടം പോവും. രണ്ടാമത്തെ വട്ടം തുണക്കാരൻ വന്ന് വിളിക്കുകയാണ്, ഇന്ന ആളെടുത്ത് നമ്മൾ പോയി വെക്കല്ലോ വയ്ക്കും. അപ്പൊ ആയിക്കോട്ടെ പോയി വെക്കാറ്. മൂന്നാമത്തെ വട്ടം വിളിച്ചു നോക്കണ്ടി, ഞാൻ 2 വട്ടപ്പടെ പോയതാ, ഇജ്ജി പൊയ്ക്കോറി. പിന്നെ പോലാള് കഴിഞ്ഞ് നമ്മളെ പോക്ക് വരവൊക്കെ നിന്ന് 2 or 3 വട്ടം മാക്സിമം ഏത് ചങ്കാണെങ്കിലും. പിന്നെ ലാസ്റ്റ് പള്ളിക്കന്ന് മിനാരത്ത് വന്ന് എന്തേ വിളിച്ചു പറയാ, ഇന്ന ആള് മരണപ്പെട്ട അന്നാ പിന്നെ നമ്മള് പോണേ. എല്ലാരും സ്ഥിതി അങ്ങനെ. ഈ തിരക്കൊക്കെ തീരും, ഈ ഓട്ടപ്പാച്ചിലൊക്കെ തീരും. അങ്ങനെ നമ്മളെ മക്കളൊക്കെ ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് കടയിൽ അവര് ഒരു ഗ്രൂപ്പിൽ പ്രധാന ചർച്ച, വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രധാന ചർച്ച ഏത് അതിൽപ്പെട്ട ഒരുത്തന്റെ പെണ്ണൊക്കെ വള്ളണ്ടാവും. അപ്പൊ അന്നൊരു ചെലവുണ്ടാവും. അത് പ്രസവിച്ചാൽ അന്നൊരു ചെലവ്. ഗൾഫ് പോണ പേര് പറഞ്ഞാൽ മതി, അന്ന് ഓനെ പിടിച്ചിട്ട് ഒരു ചെലവുണ്ടാവും. കരിപ്പൂര് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അന്നൊരു ചെലവ് വേറെ ഉണ്ടാവും. നാട്ടിലൊരു കുറി അൺലിമിറ്റഡ് മന്തി 80 രൂപ. നമുക്ക് തിരിഞ്ഞിണ്ടാവില്ല എന്താ സാധനം. 80 രൂപ കൊടുത്താൽ വയറ് നിറയെ ലിമിറ്റ് ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നമ്മളെ മക്കളൊക്കെ. അവിടുന്ന് രാത്രി ഭക്ഷണം വെച്ച് വന്നിട്ട് ഈ കടന്നുറങ്ങണമൊക്കെ. അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിന്റെ അവസ്ഥ രാത്രി ഭക്ഷണം കഴിച്ചാലുള്ള സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അൺലിമിറ്റഡ് കഴിച്ചാലൊക്കെ ഉള്ള ഒരവസ്ഥകൾ തിരിച്ചറിഞ്ഞാൽ മതി. എന്നിട്ടോ ഈ ഫാസ്റ്റ് ഫുഡ് കടയിൽ എല്ലാം അടിച്ചു മാറണ ഒരു സാഹചര്യം എല്ലായിടത്തും. എണ്ണക്കടി കേന്ദ്രങ്ങളില്ലാത്ത ഒരു നാടുപ്പല്ല അല്ലെ. പൊരിച്ചെങ്ങനെ വെച്ചിട്ട് മുട്ട വെച്ചും ഉള്ളിവടിയും പഴംപൊരിയൊക്കെ ഇങ്ങനെ വെക്കണ സ്ഥലം എല്ലായിടത്തും ഉള്ളത്. എല്ലായിടത്തും നമ്മളെ മലബാറിലൂടെ എങ്ങനെ സഞ്ചരിക്കുമ്പോഴേ ഒരു 500 മീറ്റർ അകലങ്ങളിലായി അമ്പരച്ചുംബികളായ ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുള്ള എത്ര ഹോട്ടലുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇല്ല, ഒരു ഗ്രാമപ്രദേശം പച്ചയായ മനുഷ്യർ ജീവിക്കുന്ന ഇതാ നല്ലത്. ഇങ്ങനത്തെ മതി. നല്ല റാഹത്തുണ്ടാവും. എന്ത് നല്ല വെളിച്ചം, നല്ല വായു, നല്ല മനുഷ്യന്മാർ. ഇങ്ങനത്തെ സ്ഥലം വല്ലാതെ അങ്ങാടി ആവാതൊക്കെ നല്ലേ. ഈ ഒരു അവസ്ഥ നമ്മളെ ഈ ഒരു ഗ്രാമപ്രദേശത്തെ അവസ്ഥ, കല്യാണം, സൽക്കാരം, നിശ്ചയം, കൂട്ടിക്കൊണ്ടോരല്, വിവാഹ വാർഷികം, ബർത്ത്ഡേ, ഇതൊക്കെ ഇല്ലേ ഇവിടെ ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ സംസാരിക്കൂലേ? ഉണ്ട്. കാലം മാറി. മുമ്പത്തെ മാതിരില്ല. മുമ്പൊക്കെ നമ്മളൊരു സൽക്കാരം നടത്തി നോക്കാം. മുമ്പൊക്കെ ഒരു സൽക്കാരം നടത്തണമെങ്കിൽ ചെറിയൊരു മേശ മതി. ഒറ്റ മേശ, അയക്കന്നെ സാധനം ഉണ്ടാവില്ല. ഇപ്പൊ 2-3 മേശ ഇടണം. എന്നിട്ട് സുഹൃത്തുക്കള് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരിക. മേശ ഇടണോല്, പേപ്പർ ഇടണോല്, കസാല ഇടണോല്, സാധനം കൊണ്ടാക്കണോല്, വമ്പം പരിപാടിയാ. എന്നിട്ട് ആ മേശമല്ലേ മന്തി ഉണ്ട്, കപ്സ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, കോഴി പൊരിച്ചതുണ്ട്, കാട പൊരിച്ചതുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ഐസ്ക്രീം ഉണ്ട്, 7up കുപ്പിയൊക്കെ ഓരോരുത്തർക്കാ. അങ്ങനെ തന്നെയല്ല ഇവിടെ വിഭവസമൃദ്ധമായ മേശ. സൽക്കാരം നടത്തണം നമ്മളെ നാട്ടിലൊരു സൽക്കാരം, അല്ലെങ്കിൽ കല്യാണം കൂട്ടിക്കോളിങ്ങള്, നിശ്ചയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പള്ളേക്കാളുണ്ടെങ്കിൽ ഉസാറായി. എന്നിട്ടോ ഈ കൊണ്ടയച്ച സാധനത്തിന്മേൽ രാവിലെ പ്രഷറിന്റെ ഗുളി കൂടി ചെക്കാക്ക ഇങ്ങനെ വരുന്നുണ്ട്. കാൽമേൽ അങ്ങനെ നീരുള്ള ആചാര് വേറുണ്ട്. എല്ലാരും വന്നിട്ട് ഈ മേശന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് മന്തിമക്ക് നോക്കിയിട്ട് പറയണം, എന്ത് ഇന്നിപ്പോ എങ്ങനെയാണ് പോട്ടെ, നാളെ മാറാം. എന്നും വിചാരിക്കും മാറണമെന്ന്. മാറാൻ കഴിയില്ല. കാരണം അജാതി സാധനം ഇങ്ങനെ കൊണ്ടയച്ചിട്ട് ഇന്നിപ്പോ എങ്ങനെയാണ് പോട്ടെ, നാളെ മാറാൻ. എന്നിട്ട് ഇതിലൊക്കെ എന്ത് ചെയ്യും, ഈ കൊണ്ടുപോയ വെച്ചതിലൊക്കെ കഴിയില്ല. നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇവിടെ ഫോക്കസ് ക്ലബിന്റെ ആളുകൾ ഇപ്പൊ രാവിലെ നിങ്ങൾ ചാടിച്ചു പോകുന്നതാ. വെസ്പ് സത്യത്തിലില്ല, ചാടിച്ചു പോകുന്നതാ. ഇപ്പൊ സത്യത്തിൽ ഒരു ചായന്റെ ആവശ്യമില്ല, കടിന്റെ ആവശ്യമില്ല. ഫോക്കസ് ക്ലബിന്റെ ആളുകൾ ഒരു തട്ടും പാത്രത്തില് കുറച്ച് പഴംപൊരിയും ഒരു കട്ടൻ ചായ നിങ്ങളെ മുന്നുകൂടി എങ്ങനെ ബന്ധു നിങ്ങൾ കൂട്ടിക്കോളി. നിങ്ങൾ എടുക്കൂല്ലേ? ഇതിൽ 90% ആളുകൾ അത് എടുക്കും. വെറുതെ കിട്ടിയാൽ എന്തു തിന്നും. സത്യത്തിൽ ആവശ്യമില്ല. വെറുതെ ഒരു ചായയും കടിയും വന്ന് വെറുതെ കിട്ടി എടുത്ത് തിന്ന്. അത് പഴംപൊരി ആയാലും വേണ്ടില്ല, ഉള്ളിപ്പട ആയാലും വേണ്ടില്ല, എന്തായാലും അത് തിന്നിരിക്കും.
അങ്ങനെ ഈ കൊണ്ടുപോയി വെച്ച മേശമേൽ എല്ലാത്തിലും കൈയിടും, മന്തിയിലിടും, കപ്സയിലിടും, ബ്രോസ്റ്റിലിടും, എല്ലാം കോരും. അവസാനം സൽക്കാരക്കാരെ കുഞ്ഞാപ്പൂന്റെ വക ഒരു കോരി വേറുണ്ടാവും ഉപ്പക്കാരന്റെ, അതിട്ട് തിന്നു. എല്ലാം കഴിഞ്ഞിട്ട് സെവനപ്പിലൊന്നും ഒരു ഇറ്റ് തുള്ളി ബാക്കി വെക്കൂല. അവസാനം ഒരു ഇറ്റുള്ളത് പോലും കുടിച്ചു തീർക്കും. നമുക്ക് സ്വന്തം ഒരു കുപ്പിയപ്പോ അങ്ങനെ. എന്നിട്ട് എല്ലാം കുടിച്ചു തീർന്നിട്ട് അവിടുന്ന് തന്നെ നീക്കാൻ പറ്റാത്ത കോലത്തിലായിനെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, കൈ കഴുകാൻ പോവാ. കൈ കഴുകി തിരിഞ്ഞു നോക്കുമ്പോണ്ട് ജിലേബി ഇങ്ങനെ ചുട്ടിരുന്നേ. ഏത് ഒരാളുമില്ല. എന്നാ കേട്ടോളി, നേരത്തെ പറഞ്ഞാല് ഈ ഓട്ടപ്പാച്ചിലും കല്യാണം സൽക്കാരും ടൂറും ഈ തിരക്കൊക്കെ അവസാനിക്കും. നിങ്ങളെപ്പോലെ തിരക്കുള്ള 100-300 ആളുകള് എടവണ്ണ പഞ്ചായത്തിലെ 4 ചുമരുകൾക്കുള്ളിൽ വളണ്ടിയറോട് ചോദിച്ചു നോക്കണ്ടേ എണ്ണം. നല്ല പത്രാസില് ഉള്ള കാലത്ത് ഓടി അപ്പോലും ഉള്ളിലാ കിടക്ക, വെളിച്ചം കാണാൻ. ആരെങ്കിലും വന്നാൽ ഒരു 10 മിനിറ്റ് വർത്താനം പറയഞ്ഞ്, കഥ പറയഞ്ഞ്, ഓലൊന്ന് കാണഞ്ഞെന്ന് ആഗ്രഹിച്ച് നടക്ക. നിങ്ങളെപ്പോലെ തിരക്കഴിഞ്ഞോൽക്ക് അവസാനം എല്ലാം അവസാനിച്ചു. ഇപ്പൊ ഇങ്ങനെ ഫാനും കണ്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ പാലിയേറ്റീവുകാരെ കാത്തുക. ഓല് വന്നിട്ട് വേണം ഒരറപ്പും വെറുപ്പില്ലാതെ താടിയൊക്കെ ഷേവ് ചെയ്ത് തരാൻ, മൂക്കിലെ പൈപ്പൊക്കെ മാറ്റി തരാൻ, മൂത്രത്തിന്റെ സഞ്ചിയൊക്കെ മാറ്റിയിട്ട് മൂത്രത്തിന്റെ പൈപ്പൊക്കെ മാറ്റിയിട്ട് കുറെ ആയിട്ട് കിടന്നിട്ടുള്ള പൊട്ടിയ പൊറ, ആ പൊറൊക്കെ നേരെ ചുടുവെള്ളട്ട് വൃത്തിയാക്കി കഴുകിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി നെഗൊക്കെ അങ്ങനെ കട്ട് ചെയ്തരാ. മക്കൾ ചെയ്തരണ മാതിരി. ഏത് സ്വന്തം നെഗൊക്കെ വൃത്തിയാക്കി കുളിപ്പിച്ച് കിടത്തിട്ട് ഗുളിക എടുത്തരാ, വെള്ളം എടുത്തരാ, എല്ലാം എടുത്ത് തന്നിട്ട് എന്നിട്ട് ചോദിക്കുക കട്ടിലെടുത്ത് ഇരുന്നിട്ട്, എന്താ ഉപ്പ നിങ്ങക്ക് വേണ്ടി, എന്താ അമ്മ നിങ്ങക്ക് വേണ്ടി, നീ വളണ്ടിയർ ചോദിക്കുക. ഏതാ വളണ്ടിയർ? പൈസക്കല്ല, ശമ്പളം കൊടുക്കണില്ലേ ഗവൺമെന്റ്. ജനുവരി 15 വീട് വിടാന്തരം കയറി ബക്കറ്റ് കാട്ടി പിരിച്ച പൈസ കിട്ടിട്ടേ നാടു റോഡിൽ കൊട്ടം വെയിലത്ത് നമ്മളെ വളണ്ടിയർമാര് പൈസ പിരിച്ചിട്ട് കൊണ്ടുകൊടുക്കുക. പള്ളിന്റെ മുന്നിലോ അമ്പലത്തിന് മുന്നിലോ. ഗവൺമെന്റ് അല്ല, ഈ ഒരു സന്നദ്ധ സംഘടന നടത്തുന്നതാണ് ഇതൊക്കെ. എന്നിട്ടോ ഓല ഔദാര്യത്തിന് നമ്മളെ വീട്ടിൽ വരിക. എന്നിട്ട് നമ്മളെ ഓലോട് വരെ ചൂടാണ് ആൾക്കാരുണ്ട്. കിടക്കുമ്പോ സമയത്തിന് വന്നില്ലെങ്കിൽ ഇത് സർക്കാരിനാന്ന് വിചാരിച്ചിട്ട് പാവങ്ങള് ഒരു നയ പൈസ പോലും വാങ്ങാതെ സേവനം ചെയ്യാം. പക്ഷെ ക്ഷമയോടെ അതൊക്കെ കേൾക്കും. എല്ലാ സൗകര്യവും മക്കളെ പോലെ. മക്കള് രാവിലെ പോയി. ഓലെന്താ വെച്ചാ വാപ്പക്ക് ഇപ്പൊ ചെന്നിയാണ് കുറച്ചായിട്ട്. ഏത് ഇമ്മക്ക് ഇപ്പൊ കുറച്ച് ചെന്നിയായിട്ട്. എന്റെ അമ്മനൊക്കെ ഇപ്പൊ നോക്കണത് പാലിയേറ്റീവുകാരാന്നൊക്കെ വലിയ അഭിമാനത്തിൽ പറഞ്ഞിട്ട് ഓലെന്താ ഇതിന്, ഓല് ജോലിക്കും ഓല് തിരക്കൊക്കെ പോയി. ഓൽക്ക് നമ്മളെ നോക്കാനൊന്നും ഒഴിവില്ല. അവസാനം ഈ ഇവര് പാലിയേറ്റീവുകാര് എല്ലാ സംവിധാനം ചെയ്തു തരാൻ. ഞാൻ പറഞ്ഞത് ഫോക്കസിന്റെ പ്രിയപ്പെട്ട ക്ലബിന്റെ ആളുകളോട് പ്രധാനമായിട്ട് പറയാൻ, എന്തൊക്കെ പറഞ്ഞാലും ഒരു 10 വളണ്ടിയർ, ഈ പാലിയേറ്റീവിന്റെ വളണ്ടിയർമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഇതിന് പ്രായ പ്രശ്നമേ അല്ല, വയസ്സ് പ്രശ്നമേ അല്ല, വിദ്യാഭ്യാസം തീരെ പ്രശ്നമല്ല, സാമ്പത്തികത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നടക്കാനാക്കണ്ടോ? ഒരു കൈപ്പാട്ടെ വെള്ളം മുക്കി കൊടുക്കാൻ കഴിയോ? ഒരു വീൽ ചെയർ താങ്ങി കൊടുക്കാൻ കഴിയോ? മാസത്തിലെ ഒരു ദിവസത്തിലെ 1 മണിക്കൂർ പാവപ്പെട്ടവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ എന്ത് ബാക്കിയാക്കിയിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ നാട്ടിലെ പാവങ്ങൾക്ക് ഒരു കരുതലായി, ഒരു കാവലായി, ഒരു ആശ്വാസമാവാൻ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവര്, നമ്മൾ വട്ടപൂജ. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരും കാത്തുക്കണ്ട. നിങ്ങളൊക്കെ പാലിയേറ്റീവിന്റെ വളണ്ടിയർമാരായി മാറണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഇതെല്ലാം പാലിയേറ്റീവിന്റെ വളണ്ടിയർ ആയാൽ തന്നെ എല്ലാ ഇതും കഴിയും. അത് വലിയ ആളാന്നൊക്കെ ഉള്ള തോന്നില്ലേ? ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പുതിയാപ്പിളാരെ എങ്ങനെ അടങ്ങാറാക്കും, അപ്പുറത്ത് ഇന്റർലോക്ക് ഇട്ട് മതിൽ കെട്ടി നിങ്ങൾ ഇങ്ങനെ ഇവിടെ കുത്തുന്നോളി എന്നൊക്കെ പറയും. ഇത് ആ പെണ്ണുങ്ങൾ അടക്കം കൂട്ടിയിട്ട് ഈ പുതിയാപ്പിള പാലിയേറ്റീവിന്റെ പണിക്ക് പോയാൽ മതി. ഇത് വളണ്ടിയർ ആയിട്ട് സേവനം ചെയ്യാൻ പോവാ. 2 ആഴ്ച പോയാൽ മതി. ആ പെണ്ണുങ്ങൾ വന്നിട്ട് പറയും, ഈ ഓടിട്ട വീടാട്ടോ സ്വർഗം എന്ന് പറയും. ഒറിജിനൽ പച്ചയായ മനുഷ്യരെങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ കാണങ്ങൾക്ക് ഒന്നല്ല കടന്നു നോക്കണം. ആരുണ്ടാവില്ല, കുറച്ച കാലൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവസാനം കുറെ കാലം പാലിയേറ്റീവുകാർ നോക്കും. കുറെ കഴിയുമ്പോഴേ ചോരയിൽ പിറന്ന മക്കൾ തന്നെ പറയാണ്, ഇതൊന്ന് കണ്ണ് കഴിഞ്ഞ് കിട്ടിയാൽ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കഴിഞ്ഞെന്ന് പറയണ ഒരവസ്ഥയിൽ നമ്മൾ എത്താതിരിക്കുന്നതിനാണ് ഫോക്കസ് ക്ലബിന്റെ ആളുകൾ ഇന്ന് മനോഹരമായ ഒരു ക്യാമ്പ് നിങ്ങളെ നാട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് അത്തരത്തിലുള്ള ഒരു ഘട്ടങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ, ഈ കട്ടിലിൽ എത്താതിരിക്കാനുള്ള വഴികൾ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ചർച്ച. ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ അനിവാര്യ. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ നിങ്ങള് മാറും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്ലാസ് എടുത്താൽ മാറും തോന്നുന്നുണ്ടോ? മാറൂല. ഞാനല്ല, ഇതിനേക്കാൾ വലിയ ആളുകളും വലിയ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മാറൂല. നിങ്ങളത് സമയമില്ലാന്നാ. പക്ഷെ ഇവിടുത്തെ റിസൾട്ട് ഇല്ല ഇപ്പൊ വരാൻ കൊടുത്തേ മൂത്രത്തിന്റെ ആ റിസൾട്ട് എങ്ങാനും ഇവിടുന്ന് വായിച്ച അത് കഴിഞ്ഞിട്ട് കൗൺസിലർ പറയാണ് നിങ്ങളോട്, അടിയന്തരമായി നെഫ്രോളജിസ്റ്റ് ഡോക്ടറെ കാണണം, നിങ്ങൾക്ക് കിഡ്നി രോഗത്തിന്റെ തുടക്കമുണ്ടെന്ന് പറഞ്ഞാൽ
പിന്നെ അച്ചാറില്ല, പിന്നെ പപ്പടമില്ല, പിന്നെ ഉള്ളിവടല്ല, പിന്നെ പഴംപൊരില്ല, പിന്നെ മന്തില്ല, കപ്സല്ല, ഒന്നുമില്ല. എപ്പോ ക്ലാസ് എടുത്തിട്ടാ? ക്ലാസ് എടുത്തിട്ട് അങ്ങനെ നന്നാൻ പോണ അല്ല. നിങ്ങൾ രോഗിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളായിട്ട് ചിട്ടായി. പിന്നെന്തായി? കുറച്ച ചോറായി. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കും, ഡോക്ടർ പറഞ്ഞ അളവിൽ വെള്ളം കുടിക്കും. ഭയങ്കര ചിട്ട അങ്ങോട്ട് രൂപപ്പെട്ട്, മുളക് കുറച്ച്, ഉപ്പ് കുറച്ച്, അച്ചാറ് കുറച്ച്, പിന്നെ പപ്പടം കാണുന്നോടത്ത് നിൽക്കൂല. ഏത് ഒരു എപ്പോഴാ ക്ലാസ് കേട്ടിട്ടാ? അല്ല, നിങ്ങൾ രോഗിയാണെന്ന് ഡോക്ടർ നിങ്ങളെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയുന്ന നിമിഷം മുതൽ നിങ്ങൾ മാറും. അങ്ങനെ ഒരു വാർത്ത കേൾക്കണോ ജീവിതത്തിൽ? അങ്ങനെ വാർത്ത കേൾക്കണോ? ആ വാർത്ത കേൾക്കാതിരിക്കണമെങ്കിൽ ഇന്നു മുതൽ നമ്മളൊരു പുതിയ തീരുമാനം എടുക്കുക. ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടോ? ഇന്നു മുതൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ക്യാമ്പായി നമുക്ക് ഈ ക്യാമ്പിനെ മാറ്റണം. അപ്പൊ നിങ്ങൾക്കൊക്കെ 2 കിഡ്നി ഉണ്ട്. താത്താരോടല്ലേ? നിർത്തണോ? നിങ്ങൾക്ക് 2 കിഡ്നി ഉണ്ട്. ഒരു കിഡ്നിയിൽ 11 ലക്ഷം മരുപ്പകൾ, മറ്റേ കിഡ്നിയിലും 11 ലക്ഷം മരുപ്പകൾ, മൊത്തം 22 ലക്ഷം മരുപ്പകൾ. ഒരു മനുഷ്യ ശരീരത്തിലെ കിഡ്നിക്കകത്ത് അരിപ്പകൾ നീർത്തിവെച്ചാൽ 100 കിലോമീറ്റർ ദൂരത്തിലെത്തുമാറ് പ്രവിശാലമായ വലിയൊരു സംവിധാനമാണ്. ഈ തിന്നണ മന്തിയും കപ്സിയും ചുട്ടതും ചുടാത്തതും തിരിണവും തിരിയാത്തതും ചക്ക കൂട്ടാനും ഒക്കെ കൃത്യമായി ശാംശീകരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ സുപ്രധാനമായ അവയവമാണ് എന്ത്? കിഡ്നി. ഈ പത്രാസിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ കാരണത്തിൽ അവൻ വലിയ പ്രധാനിയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ കിഡ്നി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് തെറ്റാതെ പറയാൻ പറ്റുന്നോല് ഒന്ന് കൈപ്പൊക്കോ. പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? കിഡ്നി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് തെറ്റാതെ പറയാൻ പറ്റുന്ന കൈപ്പൊക്കിയാൽ മതി. ഒരാൾ നിങ്ങളുണ്ട്, ഒരാൾ അവളുള്ളൂ. ഈ നാട്ടിൽ ആകെ ഒരാൾക്ക്, 2 ആൾക്ക്. ബാക്കിയുള്ളവർക്കൊന്നും എന്തില്ല. ചിലർക്ക് ആരെ നെഞ്ഞത്താണോ വാരമ തെറ്റിപ്പോന്നൊക്കെ ഉള്ളേ. ഒരു ബന്ധുവില്ല. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തൊന്നും ഒരു ബന്ധുവില്ല. തിരക്കാൻ നമുക്ക് പോയിട്ട് നിൽക്കാൻ ഒഴിവില്ല. നമ്മളെ കുറിച്ച് കേൾക്കാൻ നമുക്ക് ഒഴിവില്ല. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. നമ്മളെ നട്ടെല്ലിന്റെ പിറകു വശത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടാണ് ദൈവം അതിനെ സംവിധാനിച്ചത്. ഒരു ചെറിയ ആക്സിഡന്റ്, അപകടങ്ങൾക്കൊന്നും കേടുപാട് പറ്റാത്ത രീതിയിൽ അത്ര സുരക്ഷിതമാണ് നമ്മളെ കിഡ്നി. ഞാൻ പറഞ്ഞു തന്നെ കിഡ്നിയുടെ സ്ഥലം പറയാനില്ല. ആ കിഡ്നി അടക്കമുള്ള, ഈ നാഡീ ഞരമ്പുകൾ അടക്കമുള്ള, ഈ സൗന്ദര്യം അടക്കമുള്ള മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം വേണം. 12 ഗ്ലാസ്. അങ്ങനെ കൃത്യമായി 12 ഗ്ലാസ് 2.5 ലിറ്റർ വെള്ളം കുടിക്കുന്ന ആളുകൾ, കളവ് പറയാത്ത ആളുകൾ ഒന്ന് കൈപ്പൊക്കോ. 1, 2, 3, ഇത്ര ആളുള്ളൂ അല്ലേ? 12 ഗ്ലാസ്. ഇപ്പൊ നമ്മൾ കുടിക്കണേ എന്താ വെച്ചാൽ രാവിലെ പുട്ടിന്റെ കൂടെ ഒരു ചായ, ഉച്ചക്ക് ചോറിന്റെ കൂടെ ഒരു ഗ്ലാസ്, വൈകുന്നേരം ഉള്ളിവടന്റെ കൂടെ ഒരു ചായ, രാത്രി ചോറിന്റെ കൂടെ ഒരു ഗ്ലാസ്. ആകെ 5 ഗ്ലാസ്. അതപ്പോഴത്തെ പ്രധാനപ്പെട്ട. ആകെ ഈ കൈ പൊക്കാത്ത ആൾക്കാരില്ലേ, ഏത് തിരക്കഴിഞ്ഞ് മൂത്രമൊഴിക്കാൻ മുട്ടും, അത്ര അങ്ങോട്ട് ആലോചിച്ചിട്ടില്ലേ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് കൈപ്പൊക്കാത്ത ആൾക്കാര് വെറും 3 ആളുകളാണല്ലോ കൈപ്പൊക്കെ. ആ കൈപ്പൊക്കാത്ത ആളുകളോടാണ് പറയണത്, ഡോക്ടർ നിങ്ങളോട് എത്ര ഗ്ലാസ് വെള്ളമാണ് കുടിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കണ്ടേ. ഈ ഡയാലിസ് ചെയ്യുന്ന രോഗിയുണ്ട്. അപ്പോ നമ്മ കുപ്പിയില്ലേ, വെള്ളം കുടിക്കുന്ന കുപ്പി, നേരത്തെ സംഘാടകരങ്ങൾ തന്നില്ല ഒരു കുപ്പി ഇല്ലേ? ആ കുപ്പിയല്ല, കുപ്പിന്റെ മൂടിയില്ലേ, അടപ്പ് കണ്ട നിങ്ങള് ഇല്ലേ? ചെറിയ ആ കുപ്പി മൂടിയിൽ തൊണ്ട നനക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് ഡോക്ടർ അനുമതി കൊടുത്തത്. നാളെ കൈപ്പൊക്കാത്തോലോടാട്ടോ, നാളെ ആ കുപ്പി മൂടിയിൽ തൊണ്ട നനക്കുന്ന ആളുകളായി മാറണം. മാറാതിരിക്കണമെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ ഈ 12 ഗ്ലാസ് വെള്ളം 2 ലിറ്റർ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. നിങ്ങളെ വീടിന്റെ മുറ്റത്ത് ഒരു കുഴി കുഴിച്ചപ്പോ നയാ പൈസ പോലും കൊടുക്കാതെ, മായമില്ലാത്ത, കലർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം ദൈവം നിങ്ങൾക്ക് തന്നിട്ട്, ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ മരുന്ന്, ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നതിലെയും ഏറ്റവും വലിയ മരുന്ന്, ശുദ്ധമായ പച്ചവെള്ളം നിങ്ങൾക്ക് നയാ പൈസ പോലും കൊടുക്കാതെ കിട്ടിയിട്ട് അത് കൃത്യമായി കുടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ രോഗം ഉണ്ടാക്കിയവർ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എന്ത് ചെയ്യാ, എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും 12 ഗ്ലാസ് വെള്ളം നിർബന്ധമായും മനുഷ്യ ശരീരത്തിന്. ഇപ്പൊ ഈ വണ്ടിയുടെ ഓടണമെങ്കിൽ കൃത്യമായി അതിന്റെ ഓയിലാണ് കൊടുത്തണം. ഓയിൽ കൃത്യസമയത്താണ് ചെയ്തില്ലെങ്കിൽ എഞ്ചിൻ പണിയാണ് വരും. എഞ്ചിൻ പണി വന്നതിന് ശേഷം പിന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? പഴയതാണ് ശരിയാവൂല, പണിയായി പോകും. അതുകൊണ്ട് ഈ മെഷീൻ ഓടണമെങ്കിൽ കൃത്യമായ
ഓയിൽ കിട്ടിക്കൊണ്ടേ ഇരിക്കണം. തിരക്കുകളൊക്കെ അവസാനിച്ചിട്ട് ആവാമെന്ന് കരുതുമ്പോ കുപ്പിമൂടിയില് വെള്ളം കുടിക്കുന്ന ആളുകളായി നമ്മൾ മാറും. അതുകൊണ്ട് രോഗം വന്ന വഴി തിരയണ്ട. കൈ പൊക്കാത്തോലാണ് തോന ഇവിടെ ഉള്ളത്. കൃത്യമായി ഇന്നു മുതൽ നമ്മൾ കുടിക്കാൻ. രാവിലെ എഴുന്നേറ്റ് മുതൽ ഒരു കോപ്പ കൊണ്ട് കുടിച്ചോളി. രാത്രി കിടക്കുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതിനിടയിൽ നിങ്ങൾ 12 ഗ്ലാസ് കുടിച്ചു തീർക്കണം. അപ്പൊ ജ്യൂസ് പെടോ കഞ്ഞി പെടോ എന്നൊക്കെ ഒക്കെ പെടും. എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ 12 കുടിച്ചാൽ മതി. പക്ഷേ ചായ എന്തല്ല അത്ര നല്ല 2 ചായ ഒരു ദിവസം